മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വരും ദിവസങ്ങളിൽ അഗ്നിപരീക്ഷയുടെ ദിനങ്ങൾ. വരുംകാല ഭരണത്തിന്റെ വിധി UDFനും LDFനും അഗ്നിപരീക്ഷയായി മാറാൻ നിലമ്പൂർ. പിണറായി വിജയൻ അൻവറിന്റെ തട്ടകത്തിലേക്ക്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കും. പിണറായിസം തകരുമെന്ന് PV അൻവർ പറഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി എത്തുന്നത്. നിലമ്പൂരിൽ UDF ജയിക്കുമെന്നും ഭൂരിപക്ഷം മിനിമം 27,000 എന്നും PV അൻവർ ഉറപ്പിച്ചു പറയുകയാണ്. പിണറായിസത്തിന് അവസാന ആണി അടിച്ചിരിക്കും. ആരാകണം UDF സ്ഥാനാർത്ഥിയെന്ന് താൻ പറയില്ലെന്നും PV അൻവർ പറഞ്ഞതോടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ്. കാരണം പരസ്യ പോരിന് പലപ്പോഴായി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ രംഗത്തിറങ്ങിയത് PV അൻവർ ആയിരുന്നു. മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് നേരെ, P ശശിക്ക് നേരെ, ADGP അജിത് കുമാറിന് നേരെ PV അൻവർ പലപ്പോഴായി പല ചോദ്യങ്ങളും തൊടുത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ UDF വിജയിക്കുമെന്ന PV അൻവർ. 2026 തെരഞ്ഞെടുപ്പ് എങ്ങനെയാകുമെന്നതിന്റെ ഒരു ഡെമോ ആയിരിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. പിണറായിസത്തെ അവസാനിപ്പിക്കാനാണ് താൻ എല്ലാം ത്യജിച്ചത്. പിണറായിസത്തിനും കുടുംബാധിപത്യത്തിനുമെതിരെ ശബ്ദമുയർത്തുന്നവർക്ക് ഒപ്പമുണ്ടാകും. പിണറായി ഭരണത്തിന്റെ യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അവസരമായാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. UDFന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. ആരാകണം UDF സ്ഥാനാർത്ഥിയെന്ന് താൻ പറയില്ലെന്നും PV അൻവർ പ്രതികരിച്ചു. സ്ഥാനാർത്ഥിയാരെന്ന് UDF പ്രഖ്യാപിക്കും. അതിന് അവകാശം അവർക്കാണെന്നും സങ്കീർണമായ ഒരു വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്നില്ലെന്നും അൻവർ വ്യക്തമാക്കി. ചുരുങ്ങിയ കാലയളവ് നൽകി പൊടുന്നനെ പ്രഖ്യാപിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ തെരഞ്ഞെടുപ്പുകളുടെ മാർഗരേഖയാകും. ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-നാണ്. സ്ഥാനാർത്ഥി നിർണയം കടുകട്ടിയാകുമോ? ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാൻ ആകെയുള്ളത് 25 ദിവസങ്ങൾ. ജൂൺ 19-നാണ് വോട്ടെടുപ്പ്. 6 മാസത്തിനുള്ളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും 9 മാസത്തിനുള്ളിൽ നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇത് വഴികാട്ടിയാവും. അതിനാൽ ഫൈനൽ പോരാട്ടത്തിന്റെ അടിത്തറ ഒരുക്കലായാണ് നിലമ്പൂരിന്റെ വിധിയെ കാണുന്നത്. BJP ഈ ഉപതെരഞ്ഞെടുപ്പിനെ ഗൗരവത്തിലെടുക്കുന്നില്ല എന്നാണ് ഭാവം. പക്ഷേ LDFനും UDFനും ഇത് അഗ്നി പരീക്ഷ തന്നെ. ഇടതുപക്ഷവുമായി അടിച്ചു പിരിഞ്ഞ PV അൻവറിനോട് കണക്ക് തീർക്കാനുള്ള ഊഴം കൂടിയാണ് CPMന്. തിരിച്ചും അങ്ങനെ തന്നെ. തുടർച്ചയായി 2 ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട UDFന് എങ്ങനെയും തിരിച്ചു വന്നേ പറ്റൂ. മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ഐക്യം ബലപ്പെട്ടുവെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. KPCCക്ക് പുതിയ നേതൃത്വം വന്നു. അധികാരമില്ലായ്മയുടെ ക്ഷീണം ഘടകകക്ഷികളെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. അതിനാൽ തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയ വിജയങ്ങൾക്കപ്പുറം ഉന്നതമായ ഒരു മാനം ഇതിനുണ്ട്. നിലമ്പൂർ പിടിച്ചെടുക്കാനായാൽ മുന്നോട്ടുള്ള കുതിപ്പിന്റെ വേഗം കൂടും. കോൺഗ്രസിന്റെയും മുന്നണിയുടെയും കെട്ടുറപ്പ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമാകും. ഇടതുമുന്നണിയാവട്ടെ പിണറായി വിജയനെ മുൻനിർത്തിയുള്ള ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസത്തിലാണ്. അതാണ് അണികൾക്ക് ബലമേകുന്നത്. ഇത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുമെന്നാണ് എതിരാളികളുടെ കണക്കുകൂട്ടൽ. പക്ഷേ നിലമ്പൂർ നിലനിർത്താനായാൽ വീണ്ടും ഭരണ തുടർച്ചയെന്ന അസാധാരണ സ്വപ്നത്തിലേക്കാണ് ഇടതുവാതിൽ തുറക്കുക. അനുകൂല വിധി വന്നാൽ LDFന് വർദ്ധിത വീര്യത്തോടെ ചിറക് വീശി മുന്നോട്ട് പോകാം. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾ വിപുലമായി നടത്തിയത് ഫലം ചെയ്തോ എന്നതിന്റെ വിലയിരുത്തലുമാകും അത്. ഒപ്പം നടന്നിട്ട് പാലം വലിച്ച അൻവറിന് ചുട്ട മറുപടിയുമാകും. വെല്ലുവിളികൾ ഇരു മുന്നണികൾക്കുമുണ്ട്. UDFനുമുണ്ട്, LDFനുമുണ്ട്. UDFന് എന്തൊക്കെയാണ്? സ്ഥാനാർത്ഥി ആരെന്നത് UDFനെ സംബന്ധിച്ച് ഏറെ നിർണായകമാകും. പുറമെ അവകാശവാദങ്ങളൊന്നും ഉയർന്നിട്ടില്ലെങ്കിലും ആര്യടൻ ഷൗക്കത്തിനും VS ജോയിയും സ്ഥാനാർത്ഥി മോഹവുമായി രംഗത്തുണ്ട്. ഒരിക്കൽ ഇവിടെ മത്സരിച്ച് പരാജയപ്പെട്ട ആര്യടൻ ഷൗക്കത്ത് ഒരു വട്ടം കൂടി ആഗ്രഹിച്ചാൽ തെറ്റു പറയാനാകില്ല. UDF ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പിന്തുണയ്ക്കുമെന്ന് ആവർത്തിക്കുന്ന അൻവറിന്റെ മനസ്സിൽ ജോയിയുണ്ട്. പിണക്കാതെയും വഴങ്ങാതെയും അൻവറിനെ കൂടെ നിർത്തുക എന്ന വെല്ലുവിളിയും UDF നേരിടുന്നുണ്ട്. അങ്ങോളം ഇങ്ങോളം ആഘോഷമാക്കി പ്രചാരണം നൽകിയ ദേശീയപാത പൊട്ടിപ്പിളർന്നതിന്റെ ഒരു ഭാഗം മലപ്പുറത്താണ്. അത് LDFനെ എങ്ങനെ ബാധിക്കും? അത് ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും? അതിനേക്കാൾ പ്രശ്നം വന്യജീവികളുടെ ആക്രമണത്തിൽ പുറത്തുകേട്ട നാട്ടുകാരുടെ പ്രതിഷേധമാണ്. അതിനും CPMനും LDFനും മറുപടി പറയേണ്ടി വരും. PV അൻവർ ഇടതുപക്ഷത്തു നിന്ന് മാറി വലതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നതും ഇടതുപക്ഷത്തിന് കീറാമുട്ടി തന്നെയാണ്. UDFലെ തമ്മിലടി നോക്കി സ്ഥാനാർത്ഥി ഇറക്കുന്ന പാലക്കാടൻ തന്ത്രം ഇവിടെ ആവർത്തിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ആര്യടൻ മുഹമ്മദിൻ ആവർത്തിച്ച് വിജയം സമ്മാനിച്ചിട്ടുള്ള നിലമ്പൂർ പൊതുവെ വലതുപക്ഷ മണ്ഡലമാണ്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലേക്ക് മെയ് 30-ന് വൈകുന്നേരം നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി സംസാരിക്കും. പിണറായിസം തകരുമെന്ന് PV അൻവർ പറഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി എത്തുന്നത്. നിലമ്പൂരിൽ PV അൻവറിന്റെ ഇമ്പാക്ട് ഉണ്ടാകില്ലെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ പറഞ്ഞിരുന്നു. അൻവർ പോകുമ്പോൾ പാർട്ടിയാകെ ഒലിച്ചു പോകുമെന്നായിരുന്നല്ലോ പറഞ്ഞതെന്നും ഒരു പോറൽ പോലും ഏറ്റില്ലെന്നത് കാലം തെളിയിച്ചെന്നൊക്കെയാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ മാറ്റം തിരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്നും നിലമ്പൂരിൽ അൻവർ ഫാക്ടറില്ലെന്നും
CPM പറയുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ എന്നും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണോ എന്നും പാർട്ടി തീരുമാനിക്കുമെന്നാണ് CPM പറയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി പിണറായിസത്തിന്റെ വോട്ട് വന്ന് വീഴുന്നത് കാണാമെന്ന് അൻവർ പറഞ്ഞിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു അൻവർ പ്രതികരിച്ചത്. നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾക്കും കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു. വൻ ഭൂരിപക്ഷത്തിൽ UDF നിലമ്പൂരിൽ വിജയിക്കുമെന്നും അൻവർ പറയുകയാണ്. മൂന്നാമതും പിണറായി വരുമെന്ന നരേഷൻ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ വസ്തുത ബോധ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇത്. പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് പ്രത്യേകമായി പറയും. ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രോഗ്രസ് റിപ്പോർട്ടാണിത്. ഏത് പ്രശ്നമാണ് ഈ സർക്കാർ ശ്രദ്ധിച്ചത്? പാലം, റോഡ്, എയർപോർട്ട് എന്ന് പറഞ്ഞ് മറിമായം നടത്തുന്നു. അതിനപ്പുറമുള്ള പ്രശ്നങ്ങൾ ഇവിടെയുണ്ടെന്നും PV അൻവർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ചുരുങ്ങിയത് 27,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ പറയുന്നത്. ഏതായാലും അൻവർ നിലമ്പൂരിലെ UDF വിജയവും ഭൂരിപക്ഷവും പ്രവചിച്ചു കഴിഞ്ഞു. പിണറായിസവും പുതുതായി വന്ന മരുമോനിസവും UDF വിജയത്തിന് കാരണമാകുമെന്നും പിണറായിസത്തിന് ജനങ്ങൾ മറുപടി നൽകുമെന്നാണ് അൻവർ പ്രമുഖ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. UDFന് ഇതുവരെ 2 സമ്മാനം കൊടുത്തു. മാനന്തവാടി മണ്ഡലത്തിലെ പനമരം പഞ്ചായത്തും നിലമ്പൂരിലെ ചുങ്കത്തറ പഞ്ചായത്തും UDFന് തൃണമൂൽ സമ്മാനമായി കൊടുത്തു. ഇനി ഒരു നിയമസഭാ മണ്ഡലം കൂടി സമ്മാനമായി കൊടുക്കും. അതിൽ തർക്കമില്ല. അത് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ കൊടുക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു. UDF വിജയത്തിന് കാരണമാകാൻ പിണറായിസം മാത്രം മതിയെന്നും അൻവർ പറഞ്ഞു. ഇപ്പോൾ പുതുതായി മരുമോനിസം വന്നിട്ടുണ്ടല്ലോ. പിണറായിസവും മരുമോനിസവും ജനങ്ങൾ അനുഭവിക്കുകയാണല്ലോ. ഒരു കുടുംബത്തിന്റെ കീഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എങ്ങനെയാണ് കാൽക്കീഴിലാക്കുക എന്നത് അമ്മായിയപ്പനും മരുമോനും കാണിച്ചു കൊടുക്കുകയല്ലേ. അതിലെ ദുരന്ത കഥാപാത്രങ്ങളല്ലേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും പാവപ്പെട്ട അണികളും തൊഴിലാളികളും അതുപോലെ ജനങ്ങളുമെന്നും അൻവർ പറഞ്ഞു. PV അൻവർ അവിടെ ഫാക്ടറല്ല, അവിടെ ഫാക്ടർ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ഫാക്ടറാണ് പിണറായി സർക്കാർ തിരിച്ചറിയാൻ പോകുന്നത്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് LDFും UDFും തമ്മിലല്ല. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ജനങ്ങളും പിണറായിസവും മരുമോനിസവും തമ്മിലാണെന്നും PV അൻവർ കൂട്ടിച്ചേർത്തു.